ഹേ ഹലോ വെൽക്കം ടു ജിൻക വ്ളോഗ്സ്. ഇതേവ സ്ഥലം എന്നറിയോ? മലേഷ്യ, അഹാന സ്റ്റേഷൻ. നമ്മൾ എന്തിനാ ഇവിടെ വന്നേക്കുന്നറിയോ? കേബിൾ കാറി കയറാൻ. എങ്ങോട്ടാ യാത്ര എന്നറിയാവോ? ജെൻഡിങ് ഐലൻഡിലോട്ട്. നല്ല തിരക്കുണ്ട്, രാവിലെയൊക്കെ നല്ല ക്യൂ ആണ്. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഒരു 11 മണിയായപ്പോൾ വന്നപ്പോൾ ക്യൂ ഇച്ചിരി കുറഞ്ഞു. അപ്പോൾ ടിക്കറ്റൊക്കെ നേരത്തെ എടുത്ത് ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. ഓക്കെ, മലേഷ്യയിൽ ഈ ജെൻഡിങ് ഐലൻഡ് ഒരു അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. പലതരം അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, ഷോപ്പിംഗ് മാളുകൾ, അതുപോലെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഹോട്ടലായ ദ ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് റോപ്പ് വേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിയന്ത്രിക്കാൻ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ ചാടി ഇറങ്ങണം. നമ്മുടെ റോപ്പ് വേയുടെ ഡോർ അടഞ്ഞു. നമ്മളിനി ഇതാ മുകളിലോട്ട് പോകുന്നു, പയ്യെ മുകളിലോട്ട് പോകുന്നു. റോപ്പ് വേ കൂടെ നമ്മൾ പോവാണ്. എക്സൈറ്റഡ് ആണ് എല്ലാവരും. ഈ റോപ്പ് വേ കൂടെ കയറി മുകളിലോട്ട് പോകുമ്പോൾ താഴത്തെ കാഴ്ചകളുണ്ടോ? എന്ത് മനോഹരം നോക്കി. കുന്നിൻ മുകളിലോട്ട് നമ്മൾ റോപ്പ് വേയിൽ കയറിക്കൊണ്ടിരിക്കുക. നോക്കൂ, ഭയങ്കരം വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഇരുമ്പ് റോഡുകളിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു മികവ് തന്നെ. മുകളിലോട്ട് കയറുമ്പോൾ ഇതുപോലത്തെ റിസോർട്ട്സുകളാണ് കാണുന്നത്. അങ്ങ് കാണുന്നതാണ് ഒരു യെല്ലോ ബ്ലൂ, അതൊരു വാട്ടർ തീം പാർക്കാണ്. ഓക്കെ, റോപ്പ് വേ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കളിക്കുന്നു. ഇതൊരു ഭയങ്കരമായ ഒരു വാട്ടർ തീം പാർക്ക്, അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഇവിടെ കയറുന്നതിന് സെപ്പറേറ്റ് പ്രൈസാണ്. ദേ അങ്ങനെ കാണുന്നത് കണ്ടോ, ഒരു കളർഫുള്ളായ 2 ബിൽഡിങ്. അതാണ് ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ. 2001 അത് തുറന്നത്. ഇതിന് ഏകദേശം 7351 മുറികളുണ്ട്. ജെൻഡിങ് മലേഷ്യ ഹെർബാദ് ആണ് ഇതിൻ്റെ ഉടമസ്ഥർ. ഈ ഹോട്ടലിൻ്റെ റൂമുകൾക്ക് ഏകദേശം 3000 രൂപ തൊട്ട് മേളിലോട്ടുണ്ട്. പിന്നെ ഇതിലെ ഓരോ ആക്ടിവിറ്റീസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ ഇതാണ്ട് മെയിൻ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുന്നു. നമുക്ക് ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുള്ള കാഴ്ചകൾ കാണാം. ഈ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് വലിയൊരു ഷോപ്പിംഗ് മാളിലോട്ടാണ്. എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് LED സ്ക്രീനുള്ള വലിയൊരു ഷോപ്പിംഗ് മാള്. വൻ സംഭവം തന്നെ. ഫുഡ് കോർട്ടും കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. നോക്കൂ, എത്ര ഹൈജീനിക് ആയിട്ടാണ് ഇവർ. എനിക്ക് തോന്നുന്നു മോമോസ് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ഒരേ താളത്തിൽ അവർ മോമോസ് ഉണ്ടാക്കുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കളർഫുള്ളാണ് ഈ സ്ഥലം. ഫുള്ള് LED സ്ക്രീൻ വെച്ചിട്ട് ഓരോ ടൈമിൽ ഇവിടുത്തെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നല്ല രസമുള്ള ഒരു കാഴ്ച കേട്ടോ. കണ്ണിന് കുളിരണിയിപ്പിക്കുന്ന കാഴ്ചയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന മാളാണ് സ്കൈ അവന്യൂ മാൾ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്രത്യേക ഏരിയ തന്നെയുണ്ട്. അതുകൂടാതെ ഇവിടെ നിരവധി ലൈഫ് സ്റ്റൈൽ ബ്രാൻഡുകളുടെയും ഫാഷൻ സ്റ്റോറുകളുടെയും ആക്സസറീസ് കടകളുടെയും ഒരു വൻ ശേഖരമുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഗെയിമിംഗ് ഏരിയ ആണ്. അവിടെ പിള്ളേർക്കുള്ള ഗെയിമിങ്ങും കാര്യങ്ങളും പരിപാടികളും എല്ലാം ഉണ്ട്. നമ്മൾ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ റോപ്പ് വേയിൽ കയറി നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഓക്കെ, താഴോട്ടുള്ള താഴ്വാരത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സ്റ്റേഷനാണ് ചിൻസ്വീ സ്റ്റേഷൻ. ഈ കാണുന്നതാണ് ഒരു ബുദ്ധ താവോ ക്ഷേത്രം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ. ഏകദേശം 150 മില്യൺ വർഷങ്ങൾക്ക് പഴക്കമുള്ള പാറയിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. 28ഓളം ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും നമ്മുടെ ഈ ക്യാബിനിൽ നമുക്കൊരു 8 പേർക്ക് ഇരിക്കാവുന്ന ക്യാബിനാണ്. ആദ്യ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് സാധ്യതകൾ ഉണ്ടാക്കണം. വിനോദസഞ്ചാര വകുപ്പും മറ്റുള്ളവരും ഒക്കെ ശ്രമിച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ മലേഷ്യക്കാർ ഇങ്ങനെ എത്ര പൈസ ഉണ്ടാക്കുന്നത്, ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിനേക്കാളും മനോഹരമായ പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം നമ്മുടെ ഭരണാധികാരികൾ. അബ്രാം, ഇഷ്ടപ്പെട്ടോ? Thanks for watching Jinga Vlogs.